നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ കടോൽക്കജ വധമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത്. കൗരവപ്പടയുടെ 3-4 ഭാഗങ്ങളിലായി ദ്രോണാചാര്യർ, ദുര്യോധനൻ, ശകുനി, കർണൻ, കൃപർ, അശ്വത്ഥാമാവ് തുടങ്ങിയവർ നിലയുറപ്പിച്ചിരുന്നു. അർജുനൻ, ഭീമൻ, സാത്യകി, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യവും നിലയുറപ്പിച്ചു. ഇതിനിടയ്ക്ക് കടോൽക്കജന് പാണ്ഡവ സൈന്യത്തിനൊപ്പം കൗരവരോട് യുദ്ധം തുടങ്ങി. അപ്പോ മായായുദ്ധ പ്രവീണനായ കടോൽക്കജനോട് ഏൽക്കാൻ പറ്റിയ ഒരു രാക്ഷസനായിരുന്നു അലായുധൻ. ദുര്യോധനൻ അവനെ കടോൽക്കജനോട് ഏറ്റുമുട്ടാൻ അയച്ചു. അതായത് ഈ കടോൽക്കജൻ എന്ന് പറയുന്നത് ഭീമസേനന്റെ രാക്ഷസ സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ്. അപ്പൊ ഒരുപാട് മായാപ്രയോഗങ്ങൾ രാക്ഷസനായ കടോൽക്കജനുണ്ട്. അപ്പൊ കടോൽക്കജൻ പാണ്ഡവ സൈന്യത്തിൽ നിന്നുകൊണ്ട് കൗരവ സൈന്യത്തോട് എതിർക്കാൻ വന്നു. ആ സമയം ഈ മായായുദ്ധങ്ങളൊക്കെ അറിയാവുന്ന കടോൽക്കജനോട് എതിർക്കാൻ, അതുപോലെ തന്നെ മായായുദ്ധങ്ങൾ അറിയാവുന്ന അലായുധനോട് ദുര്യോധനൻ ആവശ്യപ്പെട്ടു. ദുര്യോധനൻ അവനെ കടോൽക്കജനോട് ഏറ്റുമുട്ടാൻ അയച്ചു. തുല്യ പരാക്രമികളായ അവരുടെ ഭയങ്കരമായ യുദ്ധം കൊണ്ട് ഇരുഭാഗത്തും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി. അലായുധൻ മേലോട്ട് പൊങ്ങി ആകാശത്ത് നിന്നുകൊണ്ട് പല പ്രയോഗങ്ങളും നടത്തി. ഉടൻ തന്നെ കടോൽക്കജൻ ആകാശത്തേക്ക് ഉയർന്ന് അലായുധനുമായി ഏറ്റുമുട്ടി. കുറച്ചു സമയം യുദ്ധം ചെയ്തതിന് ശേഷം കടോൽക്കജൻ അലായുധന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തറുത്ത് അലായുധന്റെ മുറിച്ച തല ദുര്യോധനന്റെ തേരിലേക്ക് വലിച്ചെറിഞ്ഞു. അത് തേരിൽ വന്ന് വീണപ്പോൾ ദുര്യോധനൻ ഞെട്ടിപ്പോയി. കടോൽക്കജൻ വീരപരാക്രമം തുടർന്നുകൊണ്ടിരുന്നു. അവനോട് ഏറ്റുമുട്ടാൻ എല്ലാവരും ഭയപ്പെട്ടു. കർണൻ വർദ്ധിത വീര്യത്തോടെ കടോൽക്കജനോട് ഏറ്റുമുട്ടി. എന്നാൽ രാക്ഷസന്റെ അനിതസാധാരണമായ ആയോധന പാടവത്തിലും മായാവിദ്യ പ്രകടനത്തിലും കുടുങ്ങി കർണൻ നട്ടം തിരിഞ്ഞു. കടോൽക്കജൻ മായാവിദ്യ കൊണ്ട് രണഭൂമിയിലേക്ക് ശിലാവർഷം തുടങ്ങി. കല്ലുകൾ, വലിയ വലിയ കല്ലുകൾ പിറക്കി എറിയാൻ തുടങ്ങി. അപ്രതീക്ഷിതമായ വലിയ പാറക്കല്ലുകൾ ആർക്കും തടുക്കുവാൻ കഴിഞ്ഞില്ല. കടോൽക്കജൻ പലപ്പോഴും അപ്രത്യക്ഷനാകും, ചിലപ്പോൾ ആകാശത്ത് പ്രത്യക്ഷനാകും. കൗരവപ്പട കണക്കില്ലാതെ നശിക്കാൻ തുടങ്ങി. കടോൽക്കജനെ കൊന്നല്ലാതെ യാതൊരു രക്ഷയും തങ്ങൾക്കില്ലെന്ന് കൗരവർക്ക് ബോധ്യമായി. അവർ കർണനെ സമീപിച്ച് ഇന്ദ്രൻ കൊടുത്തിട്ടുള്ള ഏക പുരുഷ ഘാതിനി എന്ന വേൽ പ്രയോഗിച്ച് രാക്ഷസനെ കൊല്ലണമെന്ന് അഭിപ്രായപ്പെട്ടു. മൃത്യുവിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് ദാനമായി നൽകിയപ്പോൾ പകരമായി ഇന്ദ്രൻ നൽകിയതാണ് ഈ വേൽ. ഇതുകൊണ്ട് ആരെ വേണമെങ്കിലും കൊല്ലാൻ കഴിയും. പക്ഷെ ഒരിക്കൽ മാത്രം പ്രയോഗിക്കുന്നതിനെ കർണന് അനുവാദമുള്ളൂ. ഈ വേൽ ഉപയോഗം കഴിഞ്ഞാൽ ആരുടെ നേർക്ക് പ്രയോഗിക്കുന്നുവോ ആ ആളിനെ കൊന്നിട്ട് വേൽ നേരെ ഇന്ദ്രന്റെ കയ്യിലെത്തും. അതായത് പണ്ട് ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കർണനിൽ നിന്ന് കവചകുണ്ടലങ്ങൾ, അത് കർണൻ ആ കവചകുണ്ടലങ്ങൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും കർണനെ ആർക്കും വധിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള കവചകുണ്ടലങ്ങൾ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോ കർണൻ എന്തായാലും ഇത് ദേവേന്ദ്രൻ തന്നെയാണെന്ന് മനസ്സിലാക്കി സംസാരിക്കും. ആ സമയം കർണനോട് ദേവേന്ദ്രൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു വരം ആവശ്യപ്പെട്ടു കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഈ കവചകുണ്ടലങ്ങൾ മുറിച്ചെടുത്ത പാടുകൾ തന്റെ ശരീരത്തിൽ അവശേഷിക്കരുതെന്ന് ഒരു വരം കർണൻ ദേവേന്ദ്രനോട് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോ കർണന് ഇന്ദ്രൻ കൊടുത്ത വേലാണ് ഏക പുരുഷ ഘാതിനി. അത് വെച്ച് ആരെ വേണമെങ്കിലും ഒരാളിനെ കൊല്ലാം. അപ്പൊ ആരുടെ നേർക്കാണോ ആ വേൽ ഉപയോഗിക്കുന്നത് അവരെ കൊന്നതിന് ശേഷം ആ വേൽ നേരെ ദേവേന്ദ്രന്റെ അടുത്ത് ചെല്ലും. അപ്പൊ കർണൻ ഒരു പ്രാവശ്യമേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഇവിടെ കടോൽക്കജനെ വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കൂ എന്ന് മറ്റുള്ളവരെല്ലാം കർണനോട് ആവശ്യപ്പെട്ടു. അർജുനനുമായി കർണന്റെ പോരാട്ടം നടക്കുമ്പോൾ ഉപയോഗിക്കാനാണ് കർണൻ ഈ വേൽ സൂക്ഷിച്ചിരുന്നത്. ഇപ്പൊ ഇതെടുത്ത് പ്രയോഗിച്ചാൽ കടോൽക്കജൻ മരിക്കും. എന്നാൽ അതോടുകൂടി എന്നേക്കുമായി ഈ വേൽ കർണന് നഷ്ടപ്പെടും.
ആ ഓരോ നിമിഷം കഴിയും തോറും കടോൽക്കജന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. അതോടൊപ്പം കൗരവരുടെ നാശവും. വീണ്ടും കൗരവ പ്രമാണിമാർ കർണനോട് ആ വേൽ കടോൽക്കജനിൽ പ്രയോഗിക്കാൻ ആവശ്യപ്പെടുന്നു. കർണൻ മറ്റെല്ലാം മറന്നു. കടോൽക്കജനെ കൊല്ലുക എന്നുള്ള ഏകാഗ്രമായ വിചാരം മാത്രം അവന്റെ മനസ്സിൽ ശേഷിച്ചു. ഏകപുരുഷ ഘാതിനി എന്ന ദിവ്യമായ വേൽ കയ്യിലെടുത്തു. വേണ്ടും വണ്ണം അഭിമന്ത്രിച്ച് രാക്ഷസന്റെ നേർക്കയച്ചു. ഭയങ്കരമായ അഗ്നിജ്വാല പ്രവഹിച്ചുകൊണ്ട് വേൽ കടോൽക്കജന്റെ മേൽ ചെന്ന് തറച്ചു. ആകാശത്ത് നിന്നിരുന്ന രാക്ഷസൻ മരിച്ച ഭൂമിയിലേക്ക് പതിച്ചു. അവന്റെ ശരീരം വീണപ്പോൾ അതിനടിയിൽപ്പെട്ട അനവധി ആന, കുതിര, കാലാൾ എന്നിവ ഞെരിഞ്ഞമർന്നു മരിച്ചു. കടോൽക്കജൻ മരിച്ചു എന്നറിഞ്ഞ കൗരവർ ആഹ്ലാദ ചിത്തരായി. അവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു പെരുമ്പറ കൊട്ടിയും ആഘോഷിച്ചു. ഏകപുരുഷ ഘാതിനി വേൽ തിരിച്ച് ഇന്ദ്രന്റെ കൈകളിലെത്തി. കർണന്റെ ശക്തി ജയിച്ചു. കടോൽക്കജന്റെ വധം പാണ്ഡവ നേതാക്കളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ വളരെ ദുഃഖിച്ചു. ഭീമന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ധർമ്മപുത്രൻ ദുഃഖം താങ്ങാനാവാതെ തലയ്ക്ക് കൈകൊടുത്ത് തേർത്തട്ടിലിരുന്നു. പാർത്ഥന്റെ കണ്ണു നിറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ തേർത്തട്ടിൽ നിന്ന് നൃത്തം ചെയ്തു. ഭഗവാൻ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ അർജുനൻ ആശ്ചര്യത്തോട് ചോദിച്ചു, മാധവ, കടോൽക്കജൻ മരിച്ചതിൽ എല്ലാവരും അതീവ ദുഃഖിതരാണ്. ഈ അവസരത്തിൽ അങ്ങ് മാത്രം സന്തോഷത്തോടു കൂടി നൃത്തം ചെയ്യുന്നു. ചിരിച്ചുകൊണ്ട് പ്രതിവചിച്ചു, അതോ പറയാം. ഇന്ദ്രൻ നൽകിയ വേൽ കർണന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗിച്ച് അവൻ നിന്നെ കൊല്ലുമായിരുന്നു. അതുകൊണ്ടാണ് മുൻപ് പലപ്പോഴും നീ അവനോട് ഏറ്റുമുട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ തടഞ്ഞത്. ഇനി നിനക്ക് ഭയപ്പെടാനില്ല, അവനെ കൊല്ലാൻ കഴിയും. അതോർത്താണ് ഞാൻ സന്തോഷിച്ചത്. ഭഗവാന്റെ സന്തോഷത്തിന്റെ കാരണം വ്യക്തമാക്കിയപ്പോൾ അർജുനന് സമാധാനമായി. യുദ്ധത്തിന്റെ കാര്യങ്ങൾ അന്ധനായ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നത് സഞ്ജയനായിരുന്നു. കടോൽക്കജന്റെ വധത്തെപ്പറ്റി സഞ്ജയൻ വിശദമായി അറിയിച്ചു. അപ്പോൾ ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, യുദ്ധം തുടങ്ങിയിട്ട് 14 ദിവസമായി. ഇതിനോടകം എന്തുകൊണ്ടാണ് കർണൻ അമോഘമായ വേൽ അർജുനന്റെയോ കൃഷ്ണന്റെയോ മേൽ പ്രയോഗിക്കാതിരുന്നത്? അർജുനനെ കൊന്നിരുന്നെങ്കിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോയേനെ. ഇതിൽ പരം വിഡ്ഢിത്തം വേറെ എന്താണുള്ളത്? ഇത്രയും മടയന്മാരായ കൗരവർ ഇനി എങ്ങനെയാണ് യുദ്ധം ജയിക്കാൻ പോകുന്നത്? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, കർണൻ അറിയാം ആ വേൽ അർജുനന്റെ മേൽ പ്രയോഗിച്ചാൽ അർജുനൻ മരിക്കുമെന്ന്. ഭീഷ്മന്റെ പതനത്തിന് ശേഷമാണല്ലോ കർണൻ യുദ്ധം തുടങ്ങിയത്. ഓരോ ദിവസവും അവൻ വിചാരിക്കും ഈ വേൽ അർജുനന്റെ മേൽ പ്രയോഗിക്കണമെന്ന്. അവർ തമ്മിൽ നേരിട്ടൊരു ദ്വന്ദ്വയുദ്ധം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് സംശയം തോന്നിയ സന്ദർഭങ്ങളിൽ പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ തന്ത്രത്തിൽ അകറ്റിക്കളയുകയാണ് ഉണ്ടായത്. ഭഗവാൻ തന്നെ ഈ വിവരം സാത്യകിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കർണൻ അർജുനനോട് എതിർക്കാൻ വരുമ്പോൾ സാത്യകിയൊക്കെ വിട്ട് കർണനോട് എതിരിടാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം മഹാരാജാവെ, എന്തൊക്കെ ആയാലും അർഹതയുള്ളതേ അനുഭവിക്കാൻ പറ്റൂ. അതിന്റെ സ്പഷ്ടമായ തെളിവാണ് ഇത്. കടോൽക്കജന്റെ മരണത്തിൽ കൂടുതൽ ശോകാർത്ഥനായത് യുധിഷ്ഠിരനായിരുന്നു. തങ്ങളുടെ വനവാസകാലത്ത് കടോൽക്കജൻ ചെയ്തു തന്ന സഹായങ്ങളോർത്ത് ദുഃഖപാരവശ്യത്തോടെ അദ്ദേഹം തേർത്തട്ടിലിരുന്നു. കടോൽക്കജനെ കൊന്ന കർണനോട് പകമൂത്ത് ഇനിയും കർണനെ കൊന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ ആ തേർത്തട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഈ സമയം കൃഷ്ണൻ അദ്ദേഹത്തെ പിന്തുടർന്നു. അപ്പോൾ വേദവ്യാസൻ പ്രത്യക്ഷപ്പെട്ട് യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു. യുധിഷ്ഠിര, കർണൻ കടോൽക്കജനെ കൊന്നത് നന്നായി. അല്ലെങ്കിൽ ആ വേൽ കൊണ്ട് മരിക്കുന്നത് അർജുനനാകുമായിരുന്നു. രാക്ഷസന്റെ മരണം വിധിയാണ്. വേൽ ഒരു കാരണമായെന്ന് മാത്രം. അതോർത്ത് ദുഃഖിക്കുകയോ കോപിക്കുകയോ ചെയ്യരുത്. ഉണ്ണി, ഭ്രാതാക്കളോടും മറ്റു രാജാക്കന്മാരോടും ചേർന്ന് നീ യുദ്ധം ചെയ്യുക. ഇന്നു മുതൽ 5-ാം ദിവസം ഭൂമി മുഴുവൻ ഭഗവാന്റെ കൈവശത്തിലാകും. നീ എപ്പോഴും ധർമ്മത്തെ പറ്റി ചിന്തിക്കുക. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ട്. യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചിട്ട് വ്യാസൻ മറഞ്ഞു. കർണനും ദ്രോണരും കൂടി അപ്പോഴും പാണ്ഡവപ്പടയെ തകർത്തുകൊണ്ടിരുന്നു. യുധിഷ്ഠിരൻ ഉടൻ തന്നെ ദൃഷ്ടദ്യുമ്നനെ വിളിച്ച് ദ്രോണരെ വധിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ആജ്ഞാപിച്ചു. പാഞ്ചാലൻ അത് കേട്ടതോടുകൂടി അനേകം സൈന്യങ്ങളുമായി ദ്രോണരോട് യുദ്ധം ആരംഭിച്ചു.
ഈ സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. യുദ്ധം നിർത്താനുള്ള ആലോചന ഒന്നും ഇരുഭാഗത്തു നിന്നും ഉണ്ടായില്ല. വിശ്രമമില്ലാതെ ഉറക്കമിളച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഭടന്മാർ ക്ഷീണിതരായിരുന്നു. ആരുടെയും ബുദ്ധി നേരെ നിൽക്കുന്നില്ല. അത് മനസ്സിലാക്കിയ അർജുനൻ രണ്ടു ഭാഗക്കാർക്കും സമ്മതമാണെങ്കിൽ കുറച്ചു സമയം ഉറങ്ങാമെന്നും ചന്ദ്രൻ ഉദിക്കുമ്പോൾ യുദ്ധം തുടങ്ങാമെന്നും നിർദ്ദേശിച്ചു. എല്ലാവർക്കും അത് സ്വീകാര്യമായി. കുറച്ചു കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി നിലാവ് പരന്നതോടെ എല്ലാവരും ഉണർന്നെഴുന്നേറ്റ് യുദ്ധം തുടർന്നു. കർണൻ ഒരു ഭാഗത്ത് പാണ്ഡവപ്പടയെ ഫലപ്രദമായി എതിർത്തുകൊണ്ടിരുന്നു. ദ്രോണരും കർണനോടൊപ്പം ചേർന്നു. പാണ്ഡവപ്പടയെ നാമാവശേഷമാക്കാനുള്ള ക്രോധത്തോടെയാണ് ദ്രോണരും കർണനും അസ്ത്രങ്ങൾ വർഷിച്ചത്. പ്രഭാതം പൊട്ടിവിടർന്നു. ചെങ്കതിർ വീശി സൂര്യനാഗതനായി. യുദ്ധഭൂമി ശരിക്കും ദൃശ്യമായി. കൈയും കാലും തുമ്പിക്കൈയും ഒക്കെ മുറിഞ്ഞ് മല പോലെ ചെരിഞ്ഞു കിടക്കുന്ന മത്തേഭങ്ങൾ ആന ചത്തു അല്ലെങ്കിൽ മരിച്ചു എന്നൊന്നും പറയാറില്ല. ആന ചരിഞ്ഞു എന്നേ പറയാറുള്ളൂ. മനുഷ്യൻ ചത്തു എന്ന് പറയാൻ പാടില്ല. മരിച്ചു അല്ലെങ്കിൽ നിര്യാതരായി എന്നൊക്കെയാണ് പറയാറുള്ളത്. ജന്തുക്കളാണെങ്കിൽ ചത്തു എന്ന് പറയാം. വിശിഷ്ടരായ വ്യക്തികളായ രാജാക്കന്മാർ അങ്ങനെ മറ്റുള്ളവരാണെങ്കിൽ നിര്യാതരായി അല്ലെങ്കിൽ ദിവംഗതനായി എന്നൊക്കെ പറയും. അവയവങ്ങൾ മുറിഞ്ഞ് ചത്തുകിടക്കുന്ന അശ്വങ്ങൾ, തലയും കാലും കൈകളും ഇല്ലാതെ യുദ്ധഭൂമിയിലാകെ നിരന്നു കിടക്കുന്ന ഭടന്മാരുടെ ജഡങ്ങൾ, അഴിഞ്ഞ തലപ്പാവുകൾ, ഉടഞ്ഞ ഉടയാളകൾ, ചിന്നിച്ചിതറിക്കിടക്കുന്ന രഥങ്ങൾ. തലേ ദിവസത്തെ യുദ്ധത്തിന്റെ ഭീകരത കണ്ടപ്പോൾ ഇരുവിഭാഗക്കാരും നടുങ്ങിപ്പോയി. എന്നുവെച്ചാൽ ഓരോ ദിവസം രാത്രി യുദ്ധം നിർത്തിക്കഴിയുമ്പോൾ ഈ യുദ്ധക്കളത്തിൽ കിടക്കുന്ന ഇങ്ങനെയുള്ള ശവശരീരങ്ങളെല്ലാം മാറ്റിയിടുകയാണ് പതിവ്. അപ്പൊ അന്ന് രാത്രി വീണ്ടും അവർ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് യുദ്ധം തുടർന്നു. അപ്പൊ നേരം വെളുത്തപ്പോൾ ഈ ജഡങ്ങൾ മൃഗങ്ങളുടേത്, മനുഷ്യരുടേത്, രഥങ്ങൾ ചിന്നിച്ചെതിർക്കിടക്കുക, അതെല്ലാം കൂടി യുദ്ധക്കളത്തിൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ട് എല്ലാവരും ഭയന്നുപോയി. എല്ലാവരും ആയുധങ്ങൾ താഴെ വെച്ച് ആദിത്യദേവനെ വണങ്ങി. നേതാക്കൾ കുറച്ചു നേരം ജപം നടത്തി. ഇതോടെ നിത്യകർമ്മങ്ങൾ അവസാനിപ്പിച്ച് ഉടനെ യുദ്ധം ആരംഭിച്ചു. അങ്ങനെ 15-ാം ദിവസത്തെ യുദ്ധമായി. യുദ്ധം ആരംഭത്തിൽ തന്നെ ദ്രോണർ ഭയങ്കരമായ സംഹാരമൂർത്തിയായി മാറി. ആർക്കും അദ്ദേഹത്തോട് നേരിട്ട് എതിർക്കാൻ കഴിയാത്ത നിലയിലായി. മുമ്പിൽ കിട്ടിയവരെയൊക്കെ ദ്രോണർ വധിച്ചു. അക്കൂട്ടത്തിൽ ദ്രുപദ രാജാവിന്റെ 3 പുത്രന്മാർ വധിക്കപ്പെട്ടു. അപ്പോൾ പാഞ്ചാലരും മാത്സ്യ രാജാക്കന്മാരും ശോഭിച്ചു. ദ്രുപദനും വിരാടനും കൂടി ദ്രോണരോട് എതിർത്തു. ഘോരമായ യുദ്ധത്തിനൊടുവിൽ ദ്രോണർ ദ്രുപദനെയും വിരാടനെയും വധിച്ചു. പാണ്ഡവരുടെ 2 അക്ഷൗണിപ്പടകളുടെ സേനാനായകരായിരുന്ന ഇരുവരും തന്റെ അച്ഛനെയും സഹോദരന്മാരെയും കൊന്ന ദ്രോണരെ ഉടൻ തന്നെ കൊല്ലുമെന്ന് ദൃഷ്ടദ്യുമ്നൻ ഉറക്കെ സത്കഥം ഉദ്ഘോഷിച്ചു. യുധിഷ്ഠിരൻ ഒഴികെയുള്ള പാണ്ഡവർ ദൃഷ്ടദ്യുമ്നനെ പിന്നിൽ നിർത്തി ദ്രോണരെ എതിർത്തു. ദുര്യോധനൻ, ദുശാസനൻ, കർണൻ എന്നിവർ അവരെ തടഞ്ഞു. അപ്പോൾ ഓരോരുത്തരോട് ഏറ്റുമുട്ടാൻ തയ്യാറായി. സഹദേവനോട് പാഞ്ഞടുത്ത ദുശാസനന്റെ സാരഥിയുടെ കണ്ഠം ആദ്യമേ തന്നെ സഹദേവൻ ഛേദിച്ചു. നിയന്ത്രണമില്ലാതെ തേര് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് നീങ്ങി. പിന്നീടാണ് ദുശാസനൻ അത് കണ്ടത്. കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ച് യുദ്ധം ചെയ്യാൻ ദുശാസനന് കഴിഞ്ഞില്ല. ആ സമയം കർണൻ അങ്ങോട്ട് ചെന്നു. കർണന്റെ ദേഹത്ത് ഭീമൻ അയച്ച 4 ബാണങ്ങൾ തറച്ചു കയറി. ആ സമയം കർണൻ ഭീമനോട് എതിർക്കാൻ അവന്റെ നേരെ പാഞ്ഞു. ഈ സമയം സഹദേവനൻ ദുശാസനന്റെ കുതിരകളുടെ നേർ കമ്പയച്ചു. അവ ദുശാസനനെ വധിച്ച തേരും വലിച്ചുകൊണ്ട് ഓടിപ്പോയി. കർണനും ഭീമനും കൂടി നടത്തിയ യുദ്ധത്തിൽ 2 പേർക്കും തേർ നഷ്ടപ്പെട്ടു. ആ സമയം നകുലൻ അവിടെ വന്ന് ഭീമനെ കൊണ്ടുപോയി. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ദിവസം. നമസ്കാരം.